വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കോട്ടയം കാരിത്താസ് റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ലെവൽ ക്രോസിംഗ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി സംസ്ഥാനത്ത് 250 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ലെവൽ ക്രോസിംഗ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച 5ാമത്തെ റെയിൽവേ മേൽപ്പാലമാണ് കാരിത്താസിലേത്. 72 മേൽപ്പാലങ്ങൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡും 22 മേൽപ്പാലങ്ങൾ KRDCL-ഉം നിർമ്മിക്കുന്നതാണ് പദ്ധതി. 25 റെയിൽവേ മേൽപ്പാലങ്ങൾ 2025-ൽ പൂർത്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിവസമാണിന്ന്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിൽ ഒരു റെയിൽവേ മേൽപ്പാലം കൂടി പൂർത്തിയായിരിക്കുകയാണ്. കാഞ്ഞങ്ങാടിനും ഫറോക്കിനും ഗുരുവായൂരിനും തിരൂരിനും ശേഷം 5ാമത്തെ റെയിൽവേ മേൽപ്പാലം കൂടി സാധ്യമായിരിക്കുന്നു. റെയിൽ പാളത്തിനു മുകളിൽ സ്മാരകമാകുമെന്ന് പലരും പരിഹസിക്കുകയും പ്രവചിക്കുകയും ചെയ്തെടുത്താണ് കാരിത്താസ് ഈ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി കാരിത്താസ് റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. യോഗത്തിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. തോമസ് ചാഴിക്കാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് അഡീഷണൽ ജനറൽ മാനേജർ TJ അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 13,60,00,000 രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം പൂർത്തീകരിച്ചത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. കുട്ടനാട്ടിലെ കർഷകരെ ചൂഷണം ചെയ്യാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് കൃഷിമന്ത്രി P പ്രസാദ് പ്രഖ്യാപിച്ചിട്ട് അധിക ദിവസമൊന്നുമായിട്ടില്ല. എന്നാൽ ഈ വേനലിലും ചില മില്ലുകാർ കിഴിവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന പരാതി നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. എടത്വ തായങ്കരി പുത്തൻപരമ്പരകം പാടശേഖരത്തിൽ 2.5 കിലോയോളം കിഴിവ് ചോദിക്കുന്നുവെന്നാണ് പരാതി. അന്യായമായി കിഴിവ് ആവശ്യപ്പെടുന്ന മില്ലുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസമാണ് കുട്ടനാട്ടിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വേനലിലും ചില മില്ലുകാർ കിഴിവ് ആവശ്യപ്പെടുന്നുവെന്ന പരാതി ഉയരുകയാണ്. എടത്വ പഞ്ചായത്തിലെ തായങ്കരി പുത്തൻപരമ്പരകം പാടശേഖരത്തിലെ കർഷകരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വർണ്ണവർണ്ണമുള്ള നെന്മണികൾക്ക് ഒരു കാരണവശാലും കിഴിവ് കൊടുക്കില്ലെന്ന നിലപാടിലാണ് കർഷകർ. 400 ഏക്കർ കൃഷിയുള്ള പാടമാണ്. 206 കൃഷിക്കാരുണ്ട്. കഴിഞ്ഞ 2ാം കൃഷി ഞങ്ങൾ സ്വന്തം ചെലവിൽ പിരിവെടുത്ത് കൃഷി ചെയ്ത് 45ആയപ്പോൾ മട വീണു. വീണ്ടും 2ാം കൃഷി സ്വന്തം ചെലവിലെടുത്ത് പിരിവെട് നടത്തി ചെയ്ത പാടമാണ്. 14 മൗച്ചറുള്ള നെല്ല് 120-ന് കൊയ്തിട്ട് 3 മില്ലുകാർക്ക് കൊടുത്തിട്ട് അവരതിന് 2.5 കിലോ കിഴിവാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തീരാമെന്ന്. നാളെ ഇതുവരെ ഈ പാടശേഖരത്തുനിന്ന് ഒരു കുരു നെല്ലും ഞങ്ങൾ കിഴിവ് കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ പറ്റുമെങ്കിൽ ഞങ്ങളുടെ നെല്ലിൻ്റെ പടം എടുത്തൊന്ന് ഈ ലോകം മുഴുവനൊന്ന് കാണിക്കണം. വിത്ത് തോറ്റുപോകുന്ന നെല്ലാണ് ഞങ്ങളുടെ അടുത്ത്. 14 മോച്ചുള്ള നെല്ലിന് ഇവരിപ്പം 3ഉം 2.5 കിലോ കിഴിവ് വെച്ചിട്ട് ധാരണയിലെത്താം എന്നൊക്കെ പറയുന്നു. ഇത് ശരിയായ നടപടിയാണോ? ഈ മീനമേടം മാസത്തിൽ ഈ കടകിട പൊട്ടുന്ന ഈ നെല്ല് ഇതിന് മോയ്ച്ചർ കുറവാണ്, ഇതിന് ഒരു കിലോ അവർക്ക് ഈ കിഴിവ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മഹാ തട്ടിപ്പാണ്. പാവങ്ങളെ മേലിൽ ഇവർ ഒരുതരം കളിയാക്കുന്ന രീതിയാണത്. ഒരിക്കലും നമുക്ക് അത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കർഷകർ പരാതിപ്പെട്ടപ്പോൾ പാടി ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 2 മില്ലുകാർ നെല്ലെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കൂട്ടർ ഇപ്പോഴും സഹകരിക്കുന്നില്ലെന്നാണ് പരാതി. നല്ല സ്വർണത്തിൻ്റെ കളറുള്ള നെല്ലാണ്. ഈ നെല്ലിൻ്റെ കഴിഞ്ഞ ദിവസം മില്ലിൻ്റെ 3 ഏജൻറ്റുമാർ ഇവിടെ വന്ന് ഈ നെല്ലിന് 2.5 കിലോ വെച്ച് കിഴിവ് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഉടൻ തന്നെ അത് പരാതി പാടി ഓഫീസിൽ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പാടി ഓഫീസർ അവിടുന്ന് സ്റ്റാഫിനെ വിടുകയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നോക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മില്ലുകാർ നെല്ലെടുത്തോളാമെന്നും പറഞ്ഞു. പക്ഷേ ഒരു മില്ലുകാരൻ ഇപ്പോഴും അതിനെപ്പറ്റി യോജിക്കുന്നില്ല. അവർ നെല്ലെടുക്കുന്നില്ല, അതുകൊണ്ട് റിലീസിംഗ് ലെറ്റർ കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന കാര്യത്തിൽ സമ്മതിക്കുന്നില്ല. ആ രീതിയിലാണ് നിൽക്കുന്നത്. മടവീണ് നശിച്ച പാടശേഖരം സംരക്ഷിച്ചെടുത്ത് 2ാമതും കൃഷി ചെയ്തതാണ് കർഷകർ.
ഇൻഷുറൻസ് തുകയോ നഷ്ടപരിഹാരമോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. കർഷകരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായി 2 ദിവസത്തിനുള്ളിൽ തന്നെ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. റേഡിയോ മീഡിയ വില്ലേജും സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ചങ്ങനാശ്ശേരി നഗരസഭയിലെയും വാഴപ്പള്ളി, പായിപ്പാട്, തൃക്കൊടുത്താനം, മാടപ്പള്ളി, കുറിച്ചി പഞ്ചായത്തുകളിലെയും വനിതാ ജനപ്രതിനിധികളെയും CDS ചെയർപേഴ്സൺമാരെയും കോട്ടയം ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി IAS ആദരിച്ചു. 80 വനിതാ പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. ഇതോടനുബന്ധിച്ച് സ്ത്രീകൾക്കായി മീഡിയ വില്ലേജ് ഒരുക്കുന്ന മാധ്യമ പരിശീലന പദ്ധതിയും തൊഴിൽ പരിശീലന പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ സ്മാർട്ടാകട്ടെ നമ്മുടെ സ്ത്രീശക്തി എന്ന ടാഗ്ലൈനോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ ബീന ജോബി, മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പ്, റേഡിയോ മീഡിയ വില്ലേജ് സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ ആന്റണി ഏത്തക്കാട്, SJCC പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോസഫ് പാറയ്ക്കൽ, ഫാദർ വർഗീസ് നമ്പിമടം എന്നിവർ സംസാരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗ്രേറ്റർ ചങ്ങനാശ്ശേരി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബിയെ ആദരിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ റോട്ടറി പ്രസിഡന്റ് MR രാജേഷ് ചെയർപേഴ്സണെ പൊന്നാട അണിയിക്കുകയും പ്രശസ്തി ഫലകം സമ്മാനിക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ രാജു ചാക്കോ, മുരുകൻ, റോട്ടറി അംഗങ്ങളായ KV ഹരികുമാർ, PS ശ്രീധരൻ, MN ജയപ്രകാശ്, സുജിത് K വർഗീസ്, ഡോക്ടർ വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ലോക വനിതാ ദിനം ഇന്ന് നമ്മുടെ ചെയർപേഴ്സണെ നമ്മൾ റോട്ടറി ക്ലബ് ഓഫ് ചങ്ങനാശ്ശേരി ആദരിക്കുകയാണ്. ഇവിടുത്തെ നഗരസഭയുടെ അധ്യക്ഷയായ ബീന ജോബിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നത്തെ എല്ലാവിധ ആദരങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോകാൻ നടവഴി ആവശ്യപ്പെട്ട് വനിതാ ദിനത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ കുരവയിട്ട് പ്രതിഷേധം. അമ്പലപ്പുഴ കരൂർ പായൽക്കുളങ്ങര ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള സ്ത്രീകളാണ് വനിതാ ദിനത്തിൽ ഈ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദേശീയപാത നിർമ്മാണം മറ്റു പല സ്ഥലങ്ങളിലുമെന്ന പോലെ ഇവിടെയും പുരോഗമിക്കുകയാണ്. നിലവിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇവിടെ സ്ലാബിട്ട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പായൽക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴിയില്ലാത്ത അവസ്ഥയാകും. നിലവിൽ 2.5 കിലോമീറ്ററിനുള്ളിൽ അടിപ്പാത നിർമ്മിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ പുറക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നീട് 4 കിലോമീറ്റർ പിന്നിട്ട് അമ്പലപ്പുഴ ജംഗ്ഷനിലാണ് അടിപ്പാതയുള്ളത്. ഇതോടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് ദേശീയപാതയിലും ക്ഷേത്രത്തിലും പോകാൻ തെക്കോട്ട് 2.5 കിലോമീറ്റർ പുറക്കാട്ടും വടക്കോട്ട് 1.5 കിലോമീറ്റർ അമ്പലപ്പുഴയിലും പോകേണ്ട ദുരവസ്ഥയാണുള്ളത്. ക്ഷേത്രത്തിന് എതിർഭാഗത്തായി വഴിവിളക്കിനായി ഒരു പോസ്റ്റ് സ്ഥാപിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഒഴിവാക്കി ഇവിടെ ഒരു നടവഴി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചാണ് പ്രായഭേദമന്യേ വനിതകൾ വനിതാ ദിനത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിക്കുന്ന തരത്തിലാണ് ദേശീയപാത നിർമ്മാണമെന്നാണ് ആരോപണം. നമ്മുടെ പായക്കുളം ക്ഷേത്രമേ നമ്മുടെ ഈ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദേശദേവത കൂടെയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകാനൊരു വഴി, കാര്യം ഇപ്പോൾ കാല് വയ്യാത്തവർ കൂടുതലും പേരും ക്ഷേത്ര ദർശനത്തിന് വരുന്നവരെല്ലാവരും കാല് വയ്യാത്തവരും എല്ലാവർക്കും ദേവിയോട് അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ക്രോസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ വഴി, അത് ആ ഞങ്ങളുടെ പ്രതിഷേധം ഇന്ന് വനിതാ ദിനത്തിന് ഞങ്ങളതൊരു പ്രതിഷേധമായിട്ട് അറിയിക്കുന്നു. അറ്റുപോയെങ്കിലും തുന്നിച്ചേർത്ത ഇടത് കൈയുമായി ജീവിതം തിരികെ പിടിച്ച് മികച്ച ഒരു സംരംഭകയായി മാറിയിരിക്കുകയാണ് മാന്നാർ സ്വദേശിനി അനിത മാത്യു എന്ന സുമി. ആറ്റിങ്ങൽ ഫ്ലോർ മിൽ ആൻഡ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഉടമയായ അനിതയുടെ അതിജീവന കഥയാണ് വനിതാ ദിനത്തിൽ KCV ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. 2021 മെയ് 10 മാന്നാർ പഞ്ചായത്ത് 9-ാം വാർഡ് കുട്ടമ്പേരൂർ ആറ്റിങ്ങൽ വീട്ടിൽ മാത്യൂസിന്റെ ഭാര്യ അനിതയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവമുണ്ടായത്. കൊപ്ര ആട്ടിക്കൊണ്ടിരിക്കെ എക്സ്പെല്ലറിൽ ഇടത് കൈ അകപ്പെടുകയും മുട്ടിന് താഴെ മുറിഞ്ഞു പോവുകയുമായിരുന്നു. തുടർന്ന് 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കൈ തുന്നിച്ചേർത്തെങ്കിലും ഇനിയും പൂർണ്ണ സ്വാധീനമായിട്ടില്ല. 15 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അനിത
മറ്റൊരാളുടെ സഹായത്തോടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും പിന്നീട് പരസഹായമില്ലാതെ ആത്മവിശ്വാസത്തോടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. ഈ മെഷീനകത്ത് കൊപ്ര ആട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യെ വളയുടക്കി, ഇതിൻ്റെ ഒരു ഞട്ടയിൽ വളയുടക്കുമായിരുന്നു. വളയുടക്കി കയ്യെ മുറിഞ്ഞ് താഴെ പോവുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ കയ്യെ ഒരു കവറിനകത്ത് ഇട്ടുകൊണ്ടാണ് പോയത്. ഹോസ്പിറ്റലിൽ വെച്ച് തുന്നി ചേർത്താണ് ഈ കയ്യെ. ഇത് വലിയ സ്വാധീനമൊന്നുമില്ല. അവൻ്റെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. എൻ്റെ കൈ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടും ഞാൻ ജീവിക്കാൻ വേണ്ടി ഈ മാർഗം വീണ്ടും തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനിതയുടെ ഭർത്താവ് ജോൺസൺ മാത്യൂസ് പ്രവാസിയായിരുന്നു. ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഇദ്ദേഹം മില്ലിൻ്റെ പ്രവർത്തനത്തിൽ ഭാര്യയെ സഹായിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹമാണ് വീട്ടിൽ തന്നെ സംരംഭം ആരംഭിക്കാൻ തനിക്ക് പ്രേരണയായതെന്ന് അനിത പറയുന്നു. ബാങ്കിൻ്റെ ധനസഹായത്തോടെ 2020 ജൂലൈ 15-നാണ് കൊപ്ര ആട്ടുന്നതും മുളക്, മല്ലി, മസാല, ഗോതമ്പ്, അരി തുടങ്ങിയവ പൊടിച്ചു കൊടുക്കുന്നതിനുമുള്ള സംരംഭം ആരംഭിക്കുന്നത്. തുടർന്നായിരുന്നു അപകടം. അംഗപരിമിതർക്കായി ഒട്ടനവധി സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അതിലൊന്നുപോലും വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അധ്വാനിച്ചു തന്നെ ജീവിക്കുമെന്നും 44-കാരിയായ അനിത മാത്യു പറയുന്നു. മക്കളായ ജോത്സ്ന മാത്യു, ജോസ്നി മാത്യു, ജോസിൻ മാത്യു എന്നിവർ അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ഈ വനിതാ ദിനത്തിൽ അനിതയ്ക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദപരമായിരുന്നു സന്ദർശനമെന്ന് തുഷാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാവിലെ 10 മണിയോടെ എത്തിയ തുഷാർ വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറിയുമായി അരമണിക്കൂറോളം ചർച്ച നടത്തി. ഭാര്യ ആശാ തുഷാറും ഒപ്പമുണ്ടായിരുന്നു. സന്ദർശനം സൗഹൃദപരമായിരുന്നുവെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെന്നും സന്ദർശനത്തിന് ശേഷം തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു. BDJSന് നൽകിയിട്ടുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കുമെന്നും തുഷാർ അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ എങ്ങനെയായിരുന്നു സെക്രട്ടറിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു NSSന്റെ നിലപാട് വ്യക്തമായിട്ട് എനിക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഞങ്ങൾ പിതൃതുല്യനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹമായിട്ട് സാധാരണ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ പലതും ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വന്ന അനുവാദവും അതിനുള്ള അനുഗ്രഹവും വാങ്ങിച്ചു പോവുക എന്നുള്ളതാണ്. ഈ പത്മജയുടെ വരവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും അതുകൊണ്ടാണ് ഈ ചാലക്കുടി സീറ്റിന്റെ കാര്യത്തിലൊരു സംശയം ചോദിച്ചത്. കോൺഗ്രസിലുള്ള നേതാക്കന്മാർ പലരും വന്നുകൊണ്ടിരിക്കുക, ഇനിയും കൂടുതൽ ആൾ വരും എന്നൊരു കാര്യം സംശയമില്ല. അതായത് അടിത്തറയുള്ള നേതാക്കളാണോ അങ്ങനെയുള്ളവരാണോ ഇനി വരേണ്ടത്? ശരിക്കും അടിത്തറയുള്ള കാര്യം കുറെ കൂടെ അടിത്തറയുള്ള നേതാക്കന്മാർ BJPയിലേക്ക് വരണം. മാവേലിക്കര, കോട്ടയം, ചാലക്കുടി, ഇടുക്കി സീറ്റുകളാണ് BDJSന്. ഇതിൽ NDA മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പത്മജ വേണുഗോപാലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇനിയും BJPയിലേക്ക് വരും. പത്മജയ്ക്ക് പിന്നിൽ എത്ര പേരുണ്ടെന്നുള്ളത് പിന്നീട് അറിയാം. PC ജോർജ് BJPയിലെത്തിയതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. NDA മുന്നണിയുടെ ഭാഗമാകുമ്പോൾ അതിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങേണ്ടി വരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. BDJS സംസ്ഥാന സെക്രട്ടറി സിനിൽ മുണ്ടപ്പള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ പെരുന്ന, PK സുരേഷ് എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ 15ാമത് പ്രസിഡന്റായി രാജി P രാജപ്പൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആനിക്കാട് ഡിവിഷൻ മെമ്പറായ രാജി P രാജപ്പൻ ജില്ലയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് രാജി P രാജപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഭരണസമിതി അധികാരമേറ്റ ആദ്യഘട്ടത്തിൽ വൈസ് പ്രസിഡന്റായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഉപഭരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് G സുരേഷ് ബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന ബൃഹത്തായ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റ രാജി P രാജപ്പൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ അവരുടെ നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതി ബൃഹത്തായ പദ്ധതികൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുടെ തുടർച്ചയാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ഭരണസമിതിയും ലക്ഷ്യമിടുന്നത്. പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെട്ട 2 വിഭാഗങ്ങളെ ഞാൻ ഓർക്കുന്നു. ഒന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗം, 2 ഇന്ത്യയിലെ സ്ത്രീ സമൂഹം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ R അജയകുമാർ, ബീന പ്രഭ, ജിജി മാത്യു, ലേഖ സുരേഷ്, സെക്രട്ടറി AS നൈസാം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തകർ സ്വീകരണം നൽകി. വ്യാഴാഴ്ച രാവിലെ 11:30 ആലപ്പുഴയിലെ കിറ്റ് ഇന്ത്യ സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിലെ ആദ്യ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. മുല്ലയ്ക്കൽ നഗരവീഥിയിലൂടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണ ചടങ്ങുകൾ നടന്നു. അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. BJP ദേശീയ സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരൻ, ദക്ഷിണമേഖലാ പ്രസിഡന്റ് K. സോമൻ, സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി, ദക്ഷിണമേഖലാ സെക്രട്ടറിമാരായ ജിതിൻ ദേവ്, B. കൃഷ്ണകുമാർ, BDJS നേതാക്കൾ, BJP ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. ആലപ്പുഴ രൂപത ബിഷപ്പ് ജെയിംസ് ആനാപറമ്പിൽ, രാഷ്ട്രീയ സ്വയംസേവക സംഘം സംഘചാലക് കേണൽ റാം മോഹൻ, ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V. ദിനകരൻ എന്നിവരെയും മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സന്ദർശിച്ചു. വെള്ളിയാഴ്ച മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിലും ശോഭാ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. കുട്ടനാട് 66 kV സബ്സ്റ്റേഷനിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കിടങ്ങറ സെക്ഷനിലെ കിടങ്ങറ പൂവം ഫീഡറുകളിൽ ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ ഭാഗികമായി വൈദ്യുതി തടസ്സമുണ്ടാകുമെന്ന് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പുളുങ്ങുന്ന സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന് കോ എഡ്യൂക്കേഷൻ പദവി അനുവദിച്ച സർക്കാർ ഉത്തരവായി. അടുത്ത അധ്യയന വർഷം മുതൽ 5 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് പെൺകുട്ടികൾ കൂടി പ്രവേശനം അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ്. ലിംഗസമത്വം എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ മാനേജ്മെന്റും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചേർന്നാണ് സെന്റ് ജോസഫ് സ്കൂളിനെ മിക്സഡ് സ്കൂൾ ആക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പുളുങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത്, കുട്ടനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ആലപ്പുഴ റവന്യൂ ജില്ലാ ഉപഡയറക്ടറുടെ ഓഫീസ് എന്നിവിടങ്ങളിൽ അപേക്ഷ സമർപ്പിച്ചു. തുടർന്നാണ് സ്കൂളിന്റെ UP ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് കൂടി കോ എഡ്യൂക്കേഷണൽ പദവി അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസുകുട്ടി ജെ കളം CMI സെന്റ് ജോസഫ് സ്കൂൾ ഇനി മുതൽ മിക്സഡ് സ്കൂൾ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജി തോമസ് സ്കൂളിന് മിക്സഡ് സ്കൂൾ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വായിച്ചു. ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 മുതൽ 10 വരെ ക്ലാസുകളിൽ കൂടി 2024-25 അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം അനുവദിച്ച് സ്കൂൾ മിക്സഡ് ആക്കുന്നതിനുള്ള അനുവാദം നൽകി ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. തുടർന്ന് കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI അഡ്മിഷനു വേണ്ടിയുള്ള അപേക്ഷയുമായി എത്തിയ അനുശ്രീയുടെ അമ്മയിൽ നിന്ന് അപേക്ഷാ ഫോറം സ്വീകരിച്ച് ഹെഡ്മാസ്റ്റർക്ക് കൈമാറി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് TK തേവലശ്ശേരി CMI അനുശ്രീക്ക് പൂച്ചെണ്ട് നൽകിയാണ് സ്വീകരിച്ചത്. ഇനി മുതൽ പുളുങ്ങുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂൾ മിക്സഡ് സ്കൂൾ ആയിരിക്കുമെന്ന് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി CMI പറഞ്ഞു. പുളുങ്ങുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത്. നമ്മൾ 125 വർഷം പിന്നിട്ട ഈ സെന്റ് ജോസഫ് സ്കൂൾ 126ാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ സ്കൂളിനെ ഒരു മിക്സഡ് സ്കൂളായി കോ എഡ്യൂക്കേഷൻ സ്കൂളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 വിദ്യാർത്ഥികളുമായി 1898 പുളുങ്ങുന്ന സെന്റ് ജോസഫ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം LP വിഭാഗം മാത്രമുള്ള ഇംഗ്ലീഷ് സ്കൂളായിരുന്നു. കാലാന്തരത്തിൽ ഹൈസ്കൂളായും 1998 ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർത്തപ്പെട്ടു. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ പൂർണ്ണമായും മിക്സഡ് സ്കൂളാകുമ്പോൾ അതിനെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. നെടുമുടി പൊങ്ങ ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവ പരിപാടി സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച 21 നമ്പർ SNDP ഹാളിൽ നടന്ന പരിപാടി 1ാം വാർഡ് മെമ്പർ സാജു കടമാട് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം സന്തോഷവും അതൊരു ഉത്സവവും ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഓക്കെ, പഠനം ഒരു ഉത്സവമാക്കി മാറ്റുക. എന്താക്കാനാ? പഠനം ഒരു ഉത്സവമാക്കി മാറ്റാൻ. അതുകൊണ്ടാണ് നമ്മൾ പഠനമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവേശനോത്സവം നടത്തും, അല്ലേ? സ്കൂളില് ഗംഭീരമായ പ്രവേശനോത്സവം. എന്തുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത്? പണ്ട് കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസം പുസ്തകത്തിലുള്ള വായനയിലൂടെ മാത്രം കേട്ട് പഠിച്ചിരുന്നതായിരുന്നുവെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളുടെ കഴിവുകളെ കണ്ടറിഞ്ഞ് വികസിപ്പിക്കുവാൻ, അവരിൽ തന്നെ ക്രിയേറ്റിവിറ്റി രൂപപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള പഠന സമ്പ്രദായങ്ങൾ നിലവിൽ വന്നു. അതുകൊണ്ടാണ് പഠനോത്സവത്തിന്റെ പ്രസക്തി. സമ്മേളനത്തിൽ SMC ചെയർമാൻ M. രാജേഷ് അധ്യക്ഷനായി.
മങ്കൊമ്പ് BRC ട്രെയിനർ നാഗലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യശോദ സുകുമാരൻ, PK വിനോദ്, പ്രഥമാധ്യാപിക NS സിന്ധു, SMC വൈസ് ചെയർമാൻ TS ഷിനുമോൻ എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന പഠന മികവുകളുടെ അവതരണം ശ്രദ്ധേയമായി. തലവടി ഗവൺമെന്റ് ന്യൂ LP സ്കൂളിന്റെ 117ാം വാർഷികവും അനുമോദന സമ്മേളനവും കഴിഞ്ഞ ദിവസം നടന്നു. പല്ലവൻ 2024 എന്ന പേരിലായിരുന്നു പരിപാടി. വാർഷിക സമ്മേളനം തലവടി AEO K സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തലവടി ന്യൂ LPS പുതുമയുള്ള ഒരുപാട് പരിപാടികളോടുകൂടി ഒരു വിദ്യാലയത്തിന് എന്തെല്ലാം സവിശേഷതകളാണോ നമുക്ക് വേണ്ടത് അത് ആർജിച്ചെടുക്കുവാൻ ഇവിടെ ഒരു വലിയ ടീം വർക്ക് ചെയ്യുന്നു. പ്രിയങ്കരനായ മണിക്കുട്ടൻ തിരുമേനി ഈ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ആളാണെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു, ഒപ്പം പ്രിയതമയെ കൂട്ടുപിടിക്കുന്നു, സഭ്യ ടീച്ചർ എത്തുന്നു, പ്രിയങ്കരനായ ബ്ലോക്ക് മെമ്പർ എത്തുന്നു. ഇതൊരു കൂട്ടായ്മയുടെ വലിയൊരു കൂട്ടായ്മയുടെ തുടക്കമാണ്. അവിടെയാണ് നന്മ മനസ്സുകൾ അത് കേൾക്കുവാനും കാണുവാനും അവരുടെ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും എത്തിക്കുന്നത്. SMC ചെയർമാൻ TK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ചക്കുളത്തുകാവ് കാര്യദർശിയുമായ മണിക്കുട്ടൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ ബിഷാരത്ത്, പ്രഥമാധ്യാപിക എൽസമ്മ ദേവസ്യ, രാജി അന്തർജനം, G മിനി, സഫിയ ബിബി, ജിജി തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസും മലയാള മനോരമയും ചേർന്ന് സ്ത്രീകൾക്കായി കണ്ണോളം കരുതൽ എന്ന പദ്ധതി നടപ്പാക്കുന്നു. 19 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് കണ്ണു പരിശോധന നടത്തി കണ്ണട സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസിന്റെ ചങ്ങനാശ്ശേരി, കോട്ടയം, കറുകച്ചാൽ, പാലാ ഷോറൂമുകളിൽ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി 1000 പേർക്ക് കണ്ണട സൗജന്യമായി നൽകും. BPL വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട്. രജിസ്ട്രേഷനു വേണ്ടി 9320370066 എന്ന നമ്പറിലോ 8304039382 എന്ന നമ്പറിലോ രാവിലെ 10നും വൈകിട്ട് 5നും ഇടയിൽ വിളിക്കാവുന്നതാണ്. ഈ മാസം 11 വൈകിട്ട് 5 വരെ രജിസ്റ്റർ ചെയ്യാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 250 പേർക്കാണ് ആദ്യ ബാച്ചിൽ അവസരം. എല്ലാവർക്കും നല്ല കാഴ്ച എന്നതാണ് പദ്ധതിയുടെ മുദ്രാവാക്യമെന്ന് ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് MD സണ്ണി തോമസ് KCB ന്യൂസിനോട് പറഞ്ഞു. മഹാശിവരാത്രി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ നടന്ന വിശേഷാൽ പൂജകൾ ഭക്തിസാന്ദ്രമായി. SNDP യോഗം ശാഖാ നമ്പർ 1A ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. SNDP യോഗം ശാഖാ നമ്പർ 1A ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. പുലർച്ചെ 5-ന് നട തുറന്ന് മലർ നിവേദ്യത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മഹാഗണപതി ഹോമവും ഉഷപൂജയും നടന്നു. 11:30-ന് മൃത്യുഞ്ജയ ഹോമം ആരംഭിച്ചു. ദീപാരാധന, ശിവരാത്രി വിളക്ക്, സമൂഹ നാമജപം, ശിവരാത്രി പൂജ എന്നിവയോടെ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം മേൽശാന്തി ജിബിലാഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5990 രൂപ, പവന് 47,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.